ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്കായ വർഗവും വർഗമൂലത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വർഗങ്ങൾ പഠിക്കാം. ഇത് വളരെ ഈസിയാണ്. പക്ഷെ നമുക്ക് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങൾ എന്ന് പറയുന്നത് വർഗമൂലത്തിൽ നിന്നുമാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പക്ഷെ വർഗം പഠിച്ചാൽ മാത്രമേ നമുക്ക് വേറെ വർഗമൂലത്തിനെ കുറിച്ചും കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, അതായത് നമുക്കറിയാം മാത്സ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. PSCയിൽ ഏറ്റവും ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഈ മാത്സ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ഇക്വേഷൻസ് പഠിക്കാതെ ഇക്വേഷൻസ് എങ്ങനെ വന്നിരിക്കുന്നു, അതിൻ്റെ ബേസിക് എന്താണ് എന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാനും കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇക്വേഷൻസ് മറന്നു പോയാലും അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടായിരുന്നാലും എക്സാം ഹാളിൽ ഡെവലപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എന്താണ് വർഗം? വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് വർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ 2ന്റെ വർഗം എത്രയാണ്? 2 × 2 4. 2ന്റെ വർഗം എന്ന് പറയുന്നത് 4 ആണ്. 3ന്റെ വർഗം എത്രയാണ്? 3ന്റെ വർഗം 9 ആണ്. 4ന്റെ വർഗം എത്രയാണ്? 16 ആണ്. 5ന്റെ വർഗം എത്രയാണ്? 25 ആണ്. അവനത് തൽക്കാലം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു വലിയ സംഖ്യ തന്നാൽ കൂടിയും നമുക്ക് വർഗം കണ്ടുപിടിക്കാം എന്നത് ഈസിയായി പഠിക്കാം. പിന്നെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ മുൻകാല PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ വർഗം മാത്രം പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വർഗമൂലവും കൂടി പഠിക്കാം. അപ്പം 5 = 25 ആണ്. 6ന്റെ വർഗം എന്ന് പറയുന്നത് 36 ആണ്. 6 × 6 36. 7ന്റെ എത്രയാണ്? 49 ആണ്. 8ന്റെ 64 ആണ്. 9ന്റെ 81 ആണ്. 10ന്റെ 100 ആണ്. 11ന്റെ 121 ആണ്. 12ന്റെ 144 ആണ്. 13ന്റെ എത്രയാണ്? 169 ആണ്. 14ന്റെ എത്രയാണ്? 196 ആണ്. 15ന്റെ 225 ആണ്. അപ്പോൾ ഇങ്ങനെ കുറെ സംഖ്യകൾ പഠിക്കണം. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 20 വരെയെങ്കിലും കാണാണ്ട് പഠിക്കണം. 25നുള്ളിൽ ഏത് സംഖ്യ തന്നാലും അവ ഒറ്റത്തോട്ടത്തിൽ തന്നെ അത് വർഗമാണോ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ വർഗമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റണം. 21 വരെയുള്ള സംഖ്യകളുടെ ഏതെങ്കിലും വർഗം പെട്ടെന്ന് തന്നാൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കണം അത് എന്താണ്, അത് ഇന്ന സംഖ്യയുടെ വർഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. നമുക്ക് ഇപ്പോൾ ഡൗട്ട് വരും. ഇപ്പോൾ 13 ഗുണിക്കുന്ന സമയത്ത് 13 × 13 ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഡൗട്ട് വരും. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ഇതെങ്ങനെ ചെയ്യുന്നത്? 3 9. എന്നിട്ട് എന്ത് ചെയ്യുക? 3 + 3 6. 6 പിന്നെ 6 × 1 6 തന്നെയാണ്. അപ്പോൾ 6. പിന്നെ 1 × 1 1. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഗുണിക്കാൻ പറ്റും. അപ്പോൾ ഇത് 13 ഒരു ചെറിയ സംഖ്യയാണ്. അപ്പോൾ 14 ആകുമ്പോൾ ഓക്കെ, കുറച്ച് വലിയ സംഖ്യ. അതേസമയം നമുക്കിപ്പോൾ ഒരു 182ന്റെ വർഗം കാണണം. 182ന്റെ വർഗം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ഗുണിക്കുകയാണെന്ന് വെച്ചാൽ 182 × 182 ഇങ്ങനെ ഗുണിക്കണം. 2 4 2 4 അങ്ങനെ 2 16 2 16 6 അങ്ങനെ ഗുണിക്കണം. അപ്പോൾ അതിനേക്കാൾ ഞാൻ ചെയ്യാറുള്ള സാധാരണ പണി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ നേരെ 182 2 4 ഇനി എന്ത് ചെയ്യും? ഈ 2 + 182ന്റെ ഈ 2 ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര വരും? 2 2 4 വരും. ഈ 4നെ 18 കൊണ്ട് ഗുണിക്കാം. ഇവിടെയുള്ള ഈ സംഖ്യനെ കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 4 × 18 എത്ര വരും? 72 വരും. ഇവിടെ 2 സിസ്റ്റം 7 വന്നു. ഇനി എന്ത് ചെയ്യണം? ഇനി 18 × 18 എത്രയാണ് ചെയ്യണം? അപ്പോൾ 18 × 18 എത്ര വരും? അത് 8 8 64. 64 7 71 സിസ്റ്റം 7. 8 8 16. 16 6 22 1 23 3 സിസ്റ്റം 2. 1 1 1 1 2 3 33,124 എന്നുള്ള സംഖ്യ വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു വലിയ സംഖ്യയൊക്കെ തന്നിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഗുണിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ലാസ്റ്റിലാക്കാം 5 വരുന്ന സംഖ്യകളാണ്. അതായത് 15 25 35. ഇവയുടെ വർഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 5ന്റെ ഇതുണ്ടല്ലോ, 5ന്റെ വർഗം എത്ര ആയിരിക്കും? 25. അതങ്ങനെ എഴുതുക. പിന്നെ ഈ അടുത്ത അറ്റത്തെ അക്കമുള്ളല്ലോ,
ആ അക്കത്തിന്റെ അടുത്ത സംഖ്യയുമായിട്ട് ഇത് ഗുണിക്കാം. അപ്പൊ 15ന്റെ എങ്ങനെയാണ് 5 25, അങ്ങനെ തന്നെ എഴുതി 25 എന്ന് എഴുതി. പിന്നെ ഈ അടുത്ത അക്കത്തുള്ള സംഖ്യന്റെ അടുത്ത സംഖ്യ എന്താണ്? 1 × 2 അതിങ്ങനെ എഴുതുക. അപ്പൊ 225 15ന്റെ വർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താ പറയാ? സ്ക്വയർ എന്നാ പറയാ. അപ്പൊ 25ന്റെ എത്രയായിരിക്കും? 25 നമ്മൾ അങ്ങനെ എഴുതി. ഇനി ഇവിടെ അടുത്ത ഭാഗത്തുള്ള നമ്പർ എന്ന് പറയുന്നത് 2 അപ്പൊ ഈ 2നെ നമ്മൾ എന്ത് ചെയ്യും? 2 × 3 6, അപ്പൊ 625. ഇനി 35ന്റെ ആണെങ്കിലോ? 35ന്റെ ആണെന്ന് വെച്ചാൽ 25 നമ്മൾ എഴുതി. ഇനി 3ന്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 4 3 12 1225 എഴുതി. അങ്ങനെയാണെന്ന് വെച്ചാൽ 65ന്റെ എത്രയായിരിക്കും? നമ്മൾ 25 എഴുതി, 6 42 എഴുതി. അപ്പൊ നമുക്കിങ്ങനെ 5 അറ്റത്തിൽ വരുന്ന സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ലാസ്റ്റ് 25 എന്ന് എഴുതുക. അതിനുശേഷം അടുത്തേക്കത്തുള്ള നമ്പറിന്റെ കൂടെ 1 കൂട്ടിയിട്ടുള്ള സംഖ്യയുമായിട്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ സംഖ്യയുടെ വർഗം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അറിയാനുള്ളത്. ഇനി നമുക്ക് PSC ചോദിച്ച ഒരു 2 ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ഏത്? അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്നാമത്തത് 144, ഒറ്റയാനെ കണ്ടുപിടിക്കുക. രണ്ടാമത്തത് 169 തന്നിട്ടുണ്ട്. മൂന്നാമത്തെ എന്ത് തന്നിട്ടുണ്ട്? അടുത്തത് തന്നിരിക്കുന്നത് 900 ആണ്. അതാണ് 900. നാലാമത്തെ തന്നിരിക്കുന്ന ഓപ്ഷൻ 125 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഖ്യ തന്നിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കണം, ഈ 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. 144 എന്നത് 169 എന്നുള്ളത് 13ന്റെ സ്ക്വയർ ആണെന്നും 900 എന്നുള്ളത് എത്രന്റെ ആയിരിക്കും? 900 എന്നുള്ളത് 30ന്റെ സ്ക്വയറുമായിരുന്നു. അപ്പൊ 125 മാത്രമാണ് ഇതിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഇത് ഏതിന്റെയും സ്ക്വയർ അല്ല. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 125 ആണ്. ഇങ്ങനെയാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി രണ്ടാമത് നമ്മൾ അറിയേണ്ട ഒരു ഭിന്നസംഖ്യ തന്നിരിക്കുകയാണ്. ഇപ്പൊ 3/4 എന്നുള്ള ഭിന്നസംഖ്യ തന്നിരിക്കുകയാണ്. അതിന്റെ വർഗം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ അംശത്തിന്റെയും, അതായത് ന്യൂമറേറ്ററായ 3ന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് കണ്ടുപിടിക്കുക, സ്ക്വയർ. അതുപോലെ 4ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പൊ 3ന്റെ സ്ക്വയർ എത്രയാണ്? 3 × 3 9. അതുപോലെ 4 × 4 16. 9/16 ആണ് 3/4 എന്ന സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 6/5. ഇതിന്റെ വർഗം എത്രയാണ്? 6 × 6 5 × 5. അപ്പൊ എത്ര വരും? 36/25 എന്നുള്ള ആൻസർ വരും. ഇനി നമുക്ക് ഒരു തന്നിരിക്കുന്നത് ഒരു മിശ്ര ഭിന്നമാണ് വയ്ക്കാം. മിശ്ര ഭിന്നം ഏതാണ്? 1/5 വയ്ക്കാം. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ വർഗം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ മിശ്ര ഭിന്നത്തെ സാധാ ഭിന്നമാക്കണം. ഈ മിശ്ര ഭിന്നത്തെ സാധാ ഭിന്നമാക്കാൻ എന്ത് ചെയ്യുക? നമുക്കറിയാം, ഇതിന് 1 + 1/5 എന്ന് എഴുതാം. അപ്പോൾ ഈ 5നെ ഇവിടെ കൊണ്ട് ഗുണിക്കുക. 5 + 1/5, അതായത് 6/5 എന്ന് വരും. അതിന്റെ സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 36/25. അല്ലെങ്കിലോ നമുക്ക് അടുത്തൊരു സംഖ്യ നോക്കാം. 3 4/5 എന്നുള്ള സംഖ്യ നോക്കുക. അപ്പോൾ ഇതിന്റെ സാധാ ഭിന്നം എത്രയും? 3 × 5 എന്നാലും 19/5 എന്നാവും. അപ്പൊ 19ന്റെ സ്ക്വയർ എത്രയാണ്? 19ന്റെ സ്ക്വയർ 9 × 9 81. സിസ്റ്റം 8 ആണ്. 9 9 18, 18 8 26. സിസ്റ്റം 2 ആണ്. 1 1 1 2 3 ആണ്. 361/25 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു കണക്കിലേക്ക് പോകാം. 5/9 × 5/9 - 4/9 × 4/9 ഹരിക്കണം 5/9 - 4/9. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ 1/9 കോമൺ ആയിട്ട് എടുത്തു. ഇവിടെയുള്ള 1/9 കോമൺ ആയിട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? 1/9 × 5/5/9. ഈ ആദ്യത്തെ സംഖ്യയുടെ 9 ആണ് നമ്മൾ എടുത്തിരിക്കുക വിചാരിക്കുക. അടുത്തത് എന്ത് വരും? 4 × 4/9 എന്ന് വരും. ഡിവൈഡഡ് ബൈ 1/9 × 5 - 4 എന്ന് നമുക്ക് എടുക്കാം. കാരണം 1/9 എന്ന് പറയുന്നത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ 1/9 ഈ 1/9 വെട്ടിപ്പോയി. 5 - 4 എന്ന് പറയുന്നത് 1 ആണ്. പിന്നെയുള്ള എന്താണ്? 5 25/9 മൈനസ് 16/9 എന്ന് വരും. അപ്പൊ 25 - 16 എത്രയാണ്? 9/9 = 1 എന്നുള്ള ആൻസർ വരും.
അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 54 × 54 പ്ലസ് 2 × 54 × 46 പ്ലസ് 46 × 46 ഡിവൈഡഡ് ബൈ 54 × 54 മൈനസ് 46 × 46. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും 54 × 54, അപ്പൊ തന്നെ മനസ്സിലാക്കാം അതെന്താണ് a² എന്നാണ്. പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ തന്നിട്ടുണ്ട് 54 എന്ന് പറയുന്നത് നമ്മൾ a ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ 2 × 46 എന്ത് ചെയ്യാം b എന്നുമായിട്ട് എടുക്കാം. അപ്പൊ 2 × a × b പ്ലസ് ഇത് എത്രയാണ് b × b² ഡിവൈഡഡ് ബൈ എന്താണ് a × a² മൈനസ് b². ഇതിൽ നമ്മൾക്ക് എന്ത് എഴുതാം a² പ്ലസ് 2ab/b² എന്നതിനെ നമുക്ക് a പ്ലസ് b ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. താഴെ എന്ത് വരും a² മൈനസ് b² എന്ന് എഴുതാം a പ്ലസ് b × a മൈനസ് b എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ a പ്ലസ് ബിയിൽ ഒരെണ്ണം മാത്രം വെട്ടിപ്പോയി സ്ക്വയറിൽ നിന്ന്. അപ്പൊ എത്ര വരും a പ്ലസ് b/a മൈനസ് b എന്ന് വരും. അപ്പൊ a പ്ലസ് b എത്രയാണ് 54 46 100 എന്ന് വരും. ഡിവൈഡഡ് ബൈ 54 മൈനസ് 46 54 മൈനസ് 46 എത്രയാണ് 8 ആണ് വരിക. അപ്പോൾ 100/8 എന്നുള്ള ആൻസർ വരും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ സാധാരണ ചോദിക്കാറുണ്ട്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇതിന്ന് പഠിക്കേണ്ടത് എന്താണ് a² മൈനസ് b² a പ്ലസ് b × a മൈനസ് b എന്ന് പഠിക്കണം. 30² മൈനസ് 25² വേണ്ട 25 വേണ്ട, ഒരു 27 കളിക്കട്ടെ. 27² കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും 30² ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും, പിന്നെ 27² കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുക. അപ്പൊ ഈസിയാണ്. അപ്പൊ എന്ത് ചെയ്യാം 30 + 27 57 × 3 എന്ന് മാത്രം ചെയ്താൽ മതി. a പ്ലസ് b എത്രയാണ് 30 + 20 57 × 30 മൈനസ് 27 = 3. അപ്പൊ ഇത് ചെയ്തപ്പോൾ എത്ര വരും 21 സിസ്റ്റം 2 5 15 17 171 ആൻസർ വരും. ഇത് നമ്മൾ ഈ ഒരു സൂത്രവാക്യം അറിയാണ്ട് നമ്മൾ സാധാരണ പോലെ ചെയ്യുന്നത് എന്ത് സംഭവിക്കും 30² വരുമ്പോൾ എത്ര വരും 900 വരും. 900 മൈനസ് 27² എത്ര വരും 7 49 സിസ്റ്റം 4 7 14 14 2 28 28 4 32 സിസ്റ്റം 3 വരും 2 4 3 7 വരും. അപ്പൊ എത്ര വരും 10 മൈനസ് 9 1 9 മൈനസ് 2 7 വരും 8 ആണ് 8 മൈനസ് 7 1 അപ്പൊ 171 വരും. അപ്പൊ ഞാൻ 27 എങ്ങനെ ഗുണിച്ചതും ക്ലിയർ ആണല്ലോ. 27 നമ്മൾ എന്താ ചെയ്തത് 7 49 സിസ്റ്റം 4 വന്നു 7 14 14 2 28 28 4 32 സിസ്റ്റം 3 വന്നു പിന്നെ 2 4 4 3 729 വന്നു. ഇങ്ങനെയാണ് നമ്മൾ 27² ഒക്കെ വന്നാൽ ചെയ്യേണ്ടത്. ഒരു തവണ PS വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്തെന്നറിയാമോ 5001² മൈനസ് 4999². അപ്പൊ ഈ ഇങ്ങനെയുള്ള സ്ക്വയർ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയാതിരിക്കുകയെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒരു a² മൈനസ് b² ഫോർമാറ്റിലാണ്. അപ്പൊ a പ്ലസ് b × a മൈനസ് b എന്നുള്ള ഫോർമാറ്റിൽ എടുക്കണം എന്ന് പഠിക്കണം. അപ്പൊ a പ്ലസ് b എത്രയാണ് 5001 ഈ 4999 കൂടി ചേർത്താൽ അതും 5000 ആവും. 5000 + 5000 10000 ആവും. 10000 10⁴ എഴുതുന്നുണ്ട് തൽക്കാലം, അല്ലെങ്കിൽ 10000 തന്നെ എഴുതിയേക്കാം. 10000 × a മൈനസ് b എത്രയാണ് 5001 മൈനസ് 4999 അതെത്രയാണ് അത് 2 ആണ്. അപ്പൊ എത്ര വരും 20000 വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു പാറ്റേൺ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് അവർ തൽക്കാലം ഇങ്ങനെ ചെന്നിട്ടുണ്ടാവും 26 × 26 പ്ലസ് 2 × 26 × 26 പ്ലസ് 624 പ്ലസ് 12 × 12 ഇങ്ങനെ ഒരു സംഖ്യ തന്നിരിക്കുകയാണ്. അങ്ങനെയാണ് വെച്ചാൽ നമ്മളിത് കണ്ട ഉടനെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ 624 എന്ന് പറയുന്നത് 2 × a × b എന്നുള്ള ഫോർമാറ്റിൽ മറ്റും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എന്താണ് 2 × 12 × 26. ഇപ്പോൾ 26 × 12 നമ്മൾ എന്ത് ചെയ്യും? 6 2 12 സിസ്റ്റം 1, 6 4 10 11 സിസ്റ്റം 1, 1 2 1 3 3 12 × 2 2 4 2 1 2 624. അപ്പോൾ അതേ 624 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ a² + 2ab + b² എന്നുള്ള ഫോർമാറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് എൻഷുർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? a + b ² ചെയ്യണം. അപ്പോൾ 26 + 12 എത്രയാണ്? 38ന്റെ സ്ക്വയർ കണ്ടുപിടിക്കലാണ്. അപ്പോൾ 38ന്റെ സ്ക്വയർ നമ്മൾ എന്താ ചെയ്യുക? 8 64 സിസ്റ്റം എഴുതി 8 + 8 16 16 × 3 48 48 6 54 സിസ്റ്റം 5 3 9 5 14 1444 എന്നുള്ള ഇത് വരും. അപ്പോൾ നമ്മൾ ഈ വർഗത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞത്? ഒന്ന്, വർഗം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. 5 എന്ന് അവസാനിക്കുന്ന അക്കങ്ങളാണ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 25 എഴുതി ഇടതുവശത്തെ നമ്പർ ഏതാണോ അതിൻ്റെ കൂടെ തൊട്ടടുത്തായിട്ടുള്ള സംഖ്യകൾ കൊണ്ട് ഗുണിച്ചിട്ട് ആ സംഖ്യനെ നമ്മുടെ എന്ത് ഭാഗത്ത് എഴുതിയാൽ മതി? ഇടത് ഭാഗത്ത് എഴുതിയാൽ ആ സംഖ്യയുടെ എന്ത് കിട്ടും? വർഗം കിട്ടും. അതാണ് 5 എന്നുള്ള സംഖ്യകൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ 15 അല്ലെങ്കിൽ 20 വരെയുള്ള സംഖ്യകളുടെ വർഗം കാണാണ്ട് പഠിക്കണം. ഞാൻ ഒന്നും കൂടി എഴുതാം. 10 വരെ എല്ലാവർക്കും ഈസി ആയിട്ട് അറിയാവുന്നതാണ്. 11ന് ശേഷമാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. 11ന്റെ 121, 12ന്റെ 144, 13ന്റെ 169, 14ന്റെ 196, 15ന്റെ 225. അപ്പോൾ ഈ സംഖ്യകൾ നമ്മൾ എല്ലായ്പ്പോഴും റിപ്പീറ്റ് അടിച്ച് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ തന്നിരിക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, ഇതിൽ നിന്നും വ്യത്യസ്തനാര്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഖ്യകളൊക്കെ തന്നാൽ നമ്മളത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കണം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവ വർഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 15, 16ന്റെ എത്രയാണ്? 16ന്റെ 256 ആണ്. 17ന്റെ എത്രയാണ്? 17ന്റെ 289 ആണ്. 18ന്റെ എത്രയാണ്? 324 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ക്വയറുകൾ വരുന്നത്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ എനിക്ക് 26ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. പക്ഷെ എനിക്കിത് പെട്ടെന്ന് ഗുണിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 25ന്റെ സ്ക്വയർ എത്രയാണ്? അത് 625 ആണ്. അത് കുറേ ചില സംഖ്യകൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയും 5 25 എഴുതി 23 6 എഴുതിയാൽ മതി. 625 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി 26ന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 625ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 25ഉം പിന്നെ ഒരു 26ഉം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 26ന്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ എത്രയാണ് വരിക? 625 പ്ലസ് 25 പ്ലസ് 25 50 51 ആണ് കൂട്ടേണ്ടത്. 625ന്റെ കൂടെ 50 കൂട്ടിയാൽ 675. 675ന്റെ കൂടെ പിന്നെ ഒരെണ്ണം കൂടി ബാക്കിയാണ്. അപ്പോൾ 676. ഇങ്ങനെ നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ 4ന്റെ ഞാൻ ഒന്നും കൂടി വിശദമാക്കാം. ഇപ്പോൾ 4ന്റെ നമുക്കറിയില്ല. അപ്പോൾ 3ന്റെ എത്രയാണ്? 3ന്റെ 9 ആണ്. 3 9 പ്ലസ് അടുത്ത എത്രയാണ്? ഈ 3 പ്ലസ് 4 കൂട്ടിയാൽ അടുത്തത് കിട്ടും. 1 4 7 7 9 16 വരും. അപ്പോൾ 5ന്റെ ആണ് വെച്ചാൽ എന്ത് ചെയ്യണം? 5ന്റെ ആണ് വെച്ചാൽ ഈ 16ന്റെ കൂടെ 4 പ്ലസ് 5 16 9 25. അതായത് തൊട്ടടുത്ത സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് തൊട്ട് മുന്നിലുള്ള സംഖ്യയുടെ വർഗം പ്ലസ് തൊട്ട് മുന്നിലുള്ള സംഖ്യ പ്ലസ് ഇപ്പോഴത്തെ സംഖ്യ ഇവ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ഇപ്പോഴുള്ള സംഖ്യയുടെ വർഗം കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ചില കാര്യങ്ങളിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 29ന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. 29ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കതറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 30ന്റെ സ്ക്വയർ 30ന്റെ സ്ക്വയർ എത്രയാണ്? 30ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 29ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ 29 പ്ലസ് 30 കൂട്ടുകയാണ് വേണ്ടത്. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ് വന്നിരിക്കുന്നത്? 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 29 സ്ക്വയർ പ്ലസ് 29 പ്ലസ് 30. ഇപ്പൊ നമുക്ക് വേണ്ടത് 29ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഇതിന് 30 സ്ക്വയർ മൈനസ് 29 പ്ലസ് 30 ചെയ്താൽ മതിയല്ലോ. അതായത് 59 കമ്മിയാക്കിയാൽ മതി. 900ൽ നിന്നും 30ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 339 പിന്നെ 2 0 കൂടി ചേർത്ത് 900 മൈനസ് 59 ചെയ്താൽ മതി. അപ്പൊ 59 ചെയ്യുമ്പോൾ എത്ര വരും? 841 വരും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട്
ഇപ്പോൾ 29ന്റെ സ്ക്വയർ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി. അതേപോലെ ഈ 5ന്റെ തൊട്ടടുത്തുള്ള സംഖ്യകളുടെ, അതുപോലെ 0 അങ്ങനെയുള്ള സംഖ്യകളുടെ സ്ക്വയറിന്റെ അടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് കൂടി യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം, ക്ലിയർ ആകാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 39ന്റെ സ്ക്വയർ ആണ് വയ്ക്കാം. അപ്പോൾ ഈ 39ന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ മെനക്കെട്ട പരിപാടിയാണ്. അതേസമയം നമുക്ക് 40ന്റെ സ്ക്വയർ അറിയാം. ഈ 40ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 39 സ്ക്വയർ പ്ലസ് 39 പ്ലസ് 40 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 40ന്റെ സ്ക്വയർ എത്രയാണ്, 1600 ആണെന്ന് നമുക്കറിയാം. മൈനസ് 39 40 എത്ര വരും, 79. 1600 79 കമ്മിയാക്കി എന്ത് സംഭവിക്കും, 39ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 1600 ഇതാക്കുന്ന സമയത്ത് എത്ര വരും, 1521 വരും. ക്ലിയർ ആണല്ലോ? 39ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1521 ആണ്. ഇങ്ങനെ ഒരു എളുപ്പ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം. ഇനി അടുത്തൊരു ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. അപ്പോൾ 1 പ്ലസ് 3 എന്ന് എഴുതിക്കൂടെ, ആദ്യത്തെ രണ്ട് ഒറ്റ സംഖ്യകളുടെ തുകയാണ് ഈ 4 എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ സംഖ്യ എടുത്തു. 3 എന്ന് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3 ഒറ്റ സംഖ്യകൾ, അതായത് 1 പ്ലസ് 3 പ്ലസ് 5 ഇതിന്റെ സമമായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ വർഗം എന്ന് പറയുന്നത്. ഈ നാലാമത്തെ സംഖ്യ എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും, 4 സംഖ്യകളുടെ, അതായത് ആദ്യത്തെ 4 ഒറ്റ സംഖ്യകളുടെ തുക എടുക്കുക. അപ്പോൾ 1 3 4 5 9 വരും, 16. 4ന്റെ സ്ക്വയർ എത്ര, 16 വരും. ഇനി 5 വെച്ചാലോ, 5 വെച്ചാൽ 25. അപ്പോൾ അതങ്ങനെ ഒരു 5 ഒറ്റ സംഖ്യ, 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ സമമായിരിക്കും 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഏത് നമ്പറിന്റെ വർഗമാണ് കണ്ടുപിടിക്കേണ്ടത്, ആ സംഖ്യയുടെ അത്രയും എണ്ണമുള്ള ഒറ്റ സംഖ്യകളുടെ സമമായിരിക്കും ആ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വർഗമൂലത്തിനെ കുറിച്ച് പഠിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ വരാം. സാധാരണ ചോദിക്കുന്ന വേറൊരു മെത്തേഡാണ് എന്ത്, √6 പ്ലസ് √100 എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ √6 പ്ലസ് 100ന്റെ എത്രയാണ്, 10 പ്ലസ് 6 √6 =4. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.